ഞാൻ എന്റെ കല്യാണത്തിന് കാത്തിരിക്കുക കാത്തു മതിയായിട്ടിരിക്കുക. രേഷ്മ ഒരു വ്യക്തിയല്ല, ഒരു ആഘോഷമാണ്. അതെ, കഴിഞ്ഞ 1.5 കൊല്ലം ഞാൻ വെയിറ്റ് ചെയ്തിട്ട് വന്ന് കിട്ടിയ സാധനമാണ്. पहली दफा ही मिलके लगा तूने छुआ जख्म को मेरे मरहम मरहम दिल पे लगा मैं वाकिफ हुई हूँ शोरों. ഭയങ്കര ശൈയാണ്, വിചാരിക്കണ പോലെ ഒന്നല്ല, കാണുമ്പോ മനസ്സിലാകും, ബാക്കിയൊക്കെ കണ്ടറിയാം. ഇത് നീ ആട്ടരുത്. രേഷ്മാനെ ഞാൻ കാണുന്നത് 8th ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചിട്ടാണ്. അപ്പം തുടങ്ങിയ മാറണോട് ഇപ്പം അവരെയും കൂടെ പിന്നെ താങ്ക് ഗോഡ് നല്ലൊരു ഫ്രണ്ട് ആയത് കൊണ്ടിട്ട് ഒരു ടാസ്കും ഇല്ല. പിന്നെ അതേപോലെ തന്നെ എൻ്റെ എല്ലാ പൊടത്തരത്തിനും അതേപോലെ തന്നെ എൻ്റെ എല്ലാ പിടിത്തരത്തിനും എല്ലാത്തിനും കൂടെ ഉള്ളതുകൊണ്ടിട്ട് പുള്ളി അടിപൊളിയാണ്. ഞങ്ങൾക്കൊന്നും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതേപോലെ തന്നെ എല്ലാ പൊടത്തരത്തിനും കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ കൊണ്ട് നടക്കുന്നു. പിന്നെ ഒരു കാര്യം, എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും കരഞ്ഞോണ്ട് രാത്രി ഒരു വിളിയുണ്ട്. എടീ ഇതേപോലെ ആയി എന്നും പറഞ്ഞിട്ടൊരു വിളിയുണ്ട്. വഴി പോണ വള്ളിയൊക്കെ എതെന്ന് വാങ്ങിച്ചോട്ട് വരും. അതാണ് സംഭവം. मधानिया हाय वे मेरे डाडिया रब्बा कि ना जमिया कि ना ले जानिया हाय वे मेरे डाडिया रब्बा कि ना जमिया कि ना ले जानिया. ലാസ്റ്റ് ഹൈ അല്ല, ലാസ്റ്റ് അല്ല, സിംഗിൾ ലൈഫ് ലാസ്റ്റ് ഹൈ. കരഞ്ഞിടങ്ങാറാക്കുന്നു കേട്ടോ മിക്കവാറും. ഞാൻ നിക്കാഹ് നടക്കുന്ന ടൈമിൽ ഞാൻ കരഞ്ഞാൻ തുടങ്ങി, പക്ഷെ ഇവള് അത് കൺട്രോൾ ചെയ്ത് തന്നത്. ഞാൻ കല്യാണം കഴിച്ച് വരുമ്പോൾ അവൾക്ക് ശരിക്കും 8 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവൾക്ക് കല്യാണ പ്രായമായി. ഭയങ്കര കെയറിംഗ് ആണ് രേഷ്മ. ആൻഡ് ഐ വിഷ് നിജാസ് ആൻഡ് രേഷ്മ ഹാപ്പി മാരീഡ് ലൈഫ്. അവസാനിക്കുന്നില്ല, അത് അതിനെ മുറക്കനെ പൊക്കോളും. ഓക്കെ, നീ നിന്റെ ചെക്കനായിട്ട് അടിച്ചു പൊളിക്ക് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ്.
ഹാപ്പി മാരീഡ് बादल है दोनों പിന്നെ നമ്മുടെ കസിൻസിൻ്റെ ഇടയിൽ വളരെ എന്താ പറയുക വേണ്ടപ്പെട്ടവും ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള നമ്മുടെ ജെമ്മാണ്. രേഷ്മ എന്താണ് ഇനിയുള്ള കല്യാണങ്ങളിൽ നമ്മ മിസ് ചെയ്യാൻ പോണ ഏക വ്യക്തിയാണ് രേഷ്മ.